ഈ ബഡ്ജറ്റിലൂടെ കൊണ്ടുവന്ന പുതിയൊരു മാറ്റം കട്ടപ്പനയിൽ നിന്ന് തേനിയിലേക്ക് തുരങ്കപാത. അശാസ്ത്രീയമായ നിരീക്ഷണമൊന്നുമല്ല. വയനാട് തുരങ്കപാത നിർമ്മാണം ആരംഭിച്ചു. നമ്മൾ എത്ര പെട്ടെന്നാണ് വളരുന്നത്. വരാൻ പോകുന്ന കുറെ കാലഘട്ടങ്ങൾ കാത്തിരിക്കുന്നതിന് മുമ്പേ അതിന്റെ പഠനം പുരോഗമിക്കുന്നതിന് വേണ്ടി 10 കോടി രൂപയാണ് ബഡ്ജറ്റ് മാറ്റിവെച്ചത്. അസാധ്യമായ കാര്യമല്ല. 10-14 കിലോമീറ്റർ കൊണ്ട് തേനിയിലേക്ക് എത്താൻ കഴിയുന്ന ആ തുരങ്കപാതയുടെ പ്രവർത്തനങ്ങൾക്ക് ഈ ബഡ്ജറ്റിലൂടെ തുടക്കം കുറിച്ചെങ്കിൽ വരുന്ന 4-5 വർഷക്കാലം കൊണ്ട് അതിന്റെ പ്രവൃത്തി പദത്തിലേക്ക് നമുക്ക് വരാൻ കഴിയും. ആശങ്ക വേണ്ട എന്ന് മാത്രമല്ല, ഹൈറേഞ്ചിന്റെ വളർച്ചയിൽ, നാടിന്റെ വളർച്ചയിൽ, നമ്മുടെ സുഗന്ധ ഇനങ്ങൾ ഉൾപ്പെടെയുള്ള കാർഷിക മേഖലയുടെ പ്രവർത്തനത്തിലും വിൽപ്പനയിലും ഒക്കെ ശബരിമലയിലേക്കുള്ള അയ്യപ്പ ഭക്തന്മാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ പ്രധാനമാകുന്ന തുരങ്കപാത വരാൻ പോകുന്ന കാലഘട്ടത്തിന്റെ തടസ്സം കുറിക്കുന്ന ഏറ്റവും സ്വപ്നസുന്ദരമായ ഒരു മാർഗമായിരിക്കും എന്ന യാതൊരു സംശയവും ഇല്ല. അങ്ങനെ നിരവധി കാര്യങ്ങൾ കടന്നിരിക്കുന്ന കടന്നുപോകാനുള്ള വാക്കുകൾ സമയപരിമിതി കൊണ്ട് അവസാനിപ്പിക്കുക. ബഹുമാനിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തിയുടെ കൂടി ഫലമാണിത്. നമ്മുടെ നാഷണൽ ഹൈവേ NHAI നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയില്ല, തലവേറ്റെടുക്കാൻ നിർവാഹമില്ല എന്നതുകൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കി ഡൽഹിയിലേക്ക് തിരിച്ചു. ഈ ഗവൺമെന്റ് 2014 വന്നതിന് ശേഷം അവിടെ പോയി ചർച്ച നടത്തി തിരിച്ചു കൊണ്ടുവന്ന് ഇന്ത്യ രാജ്യത്ത് ഇതുവരെ ഒരു സംസ്ഥാന ഗവൺമെന്റിനും NHAIയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പണമുടക്കേണ്ടി വന്നിട്ടില്ല എങ്കിലും 25% തുക ഭൂമി ഏറ്റെടുക്കുന്ന കാര്യത്തിൽ വേണമെന്ന നിർബന്ധത്തിന് മുമ്പിൽ വഴങ്ങിക്കൊണ്ടെന്ന് മാത്രമല്ല, ഈ നാടിന്റെ വികസന കാര്യത്തിൽ ഇച്ഛാശക്തി പുലർത്തിക്കൊണ്ട് 6000 കോടി രൂപ മുടക്കി ഏറ്റെടുത്ത ഭൂമിയുടെ അടിസ്ഥാനത്തിൽ കാസർഗോഡ് എന്ന തിരുവനന്തപുരത്തേക്കുള്ള നാഷണൽ ഹൈവേ നിർമ്മാണം പൂർത്തിയാകുന്ന ഘട്ടത്തിലേക്കാണ് എത്തിയിട്ടുള്ളത് എന്നുള്ളത് അഭിമാനപൂർവ്വം നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ ഇതൊക്കെ നമ്മുടെ നേട്ടങ്ങളുടെ പട്ടികയിൽ എത്തിക്കാൻ നമുക്ക് സാധിക്കും. ഞാൻ എന്റെ വാക്കുകളെ പ്രസിദ്ധീകരിക്കട്ടെ. ബഹുമാനായ ശ്രീ സ്വാമി അദ്ദേഹത്തിന് രാജ്യാന്തര പ്രസിദ്ധി കിട്ടിയിട്ടുള്ള എത്ര ബഹുമതികളാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ചെറിയ സമയം, ചുരുങ്ങിയ നേരം, 7 മണിക്ക് തുടങ്ങി ഏതാണ്ട് 8:30 മുമ്പ് ചപ്പാത്തി ഓടിയെത്തി. അവിടെ നിന്നാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തിരിഞ്ഞ് മടങ്ങേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരുടെയും പേരിൽ അദ്ദേഹത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഇവിടെ വരാൻ കഴിഞ്ഞതിലും ഈ നാടിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിഞ്ഞതിലും ഞങ്ങൾക്ക് ഒരു പ്രമോഷൻ നൽകാൻ കഴിഞ്ഞതിലും അദ്ദേഹത്തിനാണ് ഏറെ നന്ദിപൂർവ്വം നന്ദി അറിയിക്കുന്ന അവസരം വിനിയോഗിക്കുകയാണ്. ഞാൻ എന്റെ വാക്കുകളെ പ്രസംഗിക്കട്ടെ. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം ഞാൻ അഭിനന്ദിക്കുന്നു. ഈ നാടിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റിന്റെ വലിയൊരു സ്വപ്നം അത് പൂർണ്ണയിക്കാൻ കഴിഞ്ഞു എന്നുള്ള സംതൃപ്തിയാണ് എനിക്കുള്ളത്. ഒറ്റക്കെട്ടായി മുന്നേറണം. കക്ഷിയും രാഷ്ട്രീയവും ജാതിയും മതവുമല്ല നമ്മുടെ വളർച്ചയുടെ പിന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. മലയോര മേഖലയുടെ വളർച്ചയിലും നീക്കത്തിലും പ്രശ്നങ്ങളും പ്രശ്നാധിഷ്ഠിതമായ വിഷയങ്ങളും പരിഹരിക്കലാണെന്ന മാർഗം അതിന് ഓരോ ഘട്ടത്തിൽ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞതിനുള്ള സംതൃപ്തി കൂടി അറിയിച്ചുകൊണ്ട് എല്ലാവരുടെയും മേലിൽ ഒരിക്കൽ കൂടി ബഹുമാനായ മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, ബഹുമാനായ ധനകാര്യ വകുപ്പ് മന്ത്രി, കിഫ്ബി പ്രോജക്റ്റിലൂടെയൊക്കെ ഇത് ആരംഭിച്ച് നമുക്ക് നടപ്പിലാക്കാൻ നൽകിയ വലിയ സഹകരണത്തിൽ ഒരിക്കൽ കൂടി നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കിൽ പ്രസംഗിക്കട്ടെ. നന്ദി, നമസ്കാരം.